ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദം നീ എവിടെ എന്ന ചോദ്യവുമായി ഏദനിൽ ആരംഭിച്ച ദൈവത്തിന്റെ മനുഷ്യനെ തേടിയുള്ള യാത്ര അവസാനിക്കുന്നത് ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ്. മാനവനോട് കൂട്ടുകൂടാൻ, അവനോടൊപ്പം നടക്കാൻ, കളഞ്ഞുപോയ പകുതിസാനുഭവം വീണ്ടെടുക്കാൻ ഒരു കുഞ്ഞു പൈതലായി ദൈവപുത്രൻ ഭൂമിയുടെ മടിത്തത്തിൽ വന്നു പിറന്നതിന്റെ ഓർമ്മ ആഘോഷിക്കുവാനായി അടുത്തൊരുങ്ങുന്ന നാളുകളാണല്ലോ ഇത്. ദൈവത്തിന്റെ സ്വപ്നങ്ങളെ ഭൂമിയിൽ സഫലമാക്കുവാനായി സ്വന്തം സ്വപ്നങ്ങളെ തച്ചുവെച്ച വിശുദ്ധ യൗസേപ്പിതാവിനെയാണ് ഇന്നേ ദിനം നാം ധ്യാനവിഷയമാക്കുക. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനൊരുങ്ങുന്ന നീതിമാനായ ഒരു മനുഷ്യൻ. നീതി എന്നത് അർഹിക്കുന്നത് നൽകലാണ്. ജോസഫ് തന്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല. മറിയത്തെ അപമാനിതയാക്കാതെ സംരക്ഷണം ഉറപ്പുവരുത്തി തന്റെ നീതിബോധം അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം തന്റെ ഹിതം യൗസേപ്പിന് വ്യക്തമാക്കുന്നത് സ്വപ്നങ്ങളിലൂടെയാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ പ്രവൃത്തിയുടെ മഹാമനുഷ്യനായി തീർന്നവരാണ് യൗസേപ്പ്. He was a man of action, not a man of words. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ബത്ലഹേമിലെ കാലിത്തൊഴുത്ത് തേടിയുള്ള നമ്മുടെ ജീവിതയാത്രയിലും വിശുദ്ധ യൗസേപ്പിനെ പോലെ എല്ലാവർക്കും അർഹതപ്പെട്ടത് നൽകി നീതിബോധത്തോടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആർക്കും മുറിവുകൾ സമ്മാനിക്കാതെ ആരെയും അപമാനിക്കാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ദൈവിക പദ്ധതികളോട് മറുചോദ്യങ്ങൾ ഉന്നയിക്കാതെ നിശബ്ദതയെ കർമ്മം കൊണ്ട് വാചാലമാക്കി ശബ്ദകോലാഹലങ്ങളില്ലാത്ത വിശുദ്ധ ഹൃദയം ഉണ്ണീശോയ്ക്കായി ഒരുക്കാൻ സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.